ധന്യ രാമൻ ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീമതി ധന്യ, എന്ത് തോന്നുന്നു? ഈ ചിത്രം ബോധപൂർവമായി ഇത്തരത്തിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടതാണോ? താങ്കൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് മിനിസ്റ്ററെ നന്നായിട്ട് അറിയാം. രാധാകൃഷ്ണൻ മിനിസ്റ്റർ അത്രയ്ക്കും ജെന്യുവായിട്ടുള്ള ആ പേഴ്സണാലിറ്റി. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ മാത്രമേ ഒരു ഹ്യൂമൻ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എപ്പോഴും അദ്ദേഹത്തോട് സംസാരിക്കും. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് രാധാകൃഷ്ണൻ മിനിസ്റ്റർ. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ദിവ്യ എസ് അയ്യരും സുഹൃത്താണ്. ഞങ്ങൾ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു വിഷയം ഈ പൊതുസമൂഹത്തിന്റെ കണ്ണില് അത് ഭയങ്കരമായിട്ട് അവരതിനെ വംശീയമാക്കി എഴുതപ്പെട്ടു. നിങ്ങൾ കണ്ടിരിക്കും ബെന്യാമിൻ, നമ്മൾ ഇത്രയും വലിയ സിനിമയുടെ എഴുത്തുകാരനും ഒക്കെ ആയിട്ടുള്ള വലിയ വലിയ ഇവിടുത്തെ സാംസ്കാരിക വലിയ വലിയ രാജാക്കന്മാരാണ്. അവരുടെയൊക്കെ എഴുത്ത് കണ്ടില്ലേ? ദിവ്യയെ ഭയങ്കരമായിട്ട് അവരെ സല്യൂട്ട് എന്ന് എഴുതുവാണ്. എന്തിനാണ് അങ്ങനെ എഴുതുന്നത്? ഇവരുടെ ഉള്ളിലാണ് ജാതി ഉള്ളത്. അങ്ങനെ ഒരിക്കലും പറയേണ്ട കാര്യമില്ല. അപ്പൊ അത് ആരുടെ കണ്ണിലാണ് ജാതി? ഇപ്പൊ നിങ്ങൾക്ക് അത് എക്സ്പ്രസ് ചെയ്ത് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള എഴുത്തുകാരും ഈ പൊതുസമൂഹത്തിലെ മറ്റുള്ളവരും അത് നന്നായിട്ട് അവരാണ് അത് അതിനെ എടുത്ത് ആഘോഷിക്കുന്നത്. രാധാകൃഷ്ണ മിനിസ്റ്റർ അവരൊരു ഉദ്യോഗസ്ഥരാണ്. മന്ത്രിയുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. അവർ പത്തനംതിട്ടയിൽ ഒരുമിച്ച് കളക്ടർ ആയിരുന്നപ്പോഴും മിനിസ്റ്ററുമായിട്ടൊക്കെ അത്രയും ബന്ധമുള്ള ഒരു ആൾക്കാരാണ്. മിനിസ്റ്ററും അങ്ങനെ തന്നെയാണ് തിരിച്ച് അവരുടെ അടുത്തും. അപ്പൊ ആ ഒരു ഘടന കൊണ്ട് അവര് ഹഗ് ചെയ്താല് അതിനെ മറ്റുള്ളവരാണ് അതിനെ ഒരു ദിവ്യയെ അത് ഭയങ്കര നിങ്ങൾ ചെയ്ത വലിയ കാര്യമാണ്, നിങ്ങൾ സല്യൂട്ട് അർഹിക്കുന്നു. അപ്പൊ രാധാകൃഷ്ണൻ മിനിസ്റ്റർ എന്തോ ഐറ്റം കിട്ടി എന്തോ ദൂരത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലെ ഇവിടെ ആഘോഷിക്കപ്പെടുന്ന ഈ പൊതുസമൂഹത്തിലുള്ള ഇവിടെ എഴുതി നന്നാക്കണം, ഈ സമൂഹത്തെ എഴുതി നന്നാക്കണം എന്ന് അങ്ങനെ ആ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരാണ് അതിനെ ജാതിയാക്കി മാറ്റുന്നത്. അതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അവരുടെ ഉള്ളിലാണ് ജാതി. അവരാണ് ഇവിടെ ജാതി ഉണ്ടാക്കുന്നത്. ഇതൊരു നോർമൽ വിഷയം മാത്രമാണ്. പക്ഷെ അതിനെ ജാതി ആക്കുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരാണ്. ഈ ഒരുപാട് ചർച്ചകൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, എഴുത്തും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങളുടെ ആൾക്കാർക്ക് ഒരു ബ്രാഹ്മണ സ്ത്രീയാൽ ഹഗ് ചെയ്യപ്പെട്ടു, അത് അങ്ങനെ അതിനെ മാറ്റി. അതിന്റെ ആവശ്യമില്ലേ ഈ സമൂഹത്തിൽ? അതിന്റെ ജാതിയുണ്ട്, ജാതി മാത്രമേ ഇവിടെ ഉള്ളൂ. ജാതി കേരളമാണ്. ഈ കേരളത്തില് നമ്മൾ പണ്ടൊക്കെ പറഞ്ഞ് നോർത്ത് ഇന്ത്യ എന്നല്ല, കേരളത്തിലെ ഇവിടെ ഭരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ പോലും ഞങ്ങളൊക്കെ വംശീയമായിട്ട് അധിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. എത്രയോ തവണ ഞങ്ങളെയൊക്കെ കാണാതെയും കണ്ടും ഞങ്ങളൊക്കെ പിന്നെ അധിക്ഷേപിച്ചിട്ടുണ്ട്. അതും ഇവിടുത്തെ ഏറ്റവും വലിയ ഭരണാധികാര കേന്ദ്രം എന്ന് പറയുന്നിടത്ത് തന്നെ വലിയ വലിയ ഉദ്യോഗസ്ഥർ ഞങ്ങളുടെ ആൾക്കാരെ അധിക്ഷേപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വെച്ച് നോക്കുമ്പം ഈ പൊതുസമൂഹം തന്നെയാണ് ഒരു വിഷയം കാണും അതിനെ ജാതിയാക്കി മാറ്റുന്നതും അവർ തന്നെയാണ്. കാരണം അത് നിലനിൽക്കേണ്ടത് അവരുടെ ആവശ്യമാണ്, ഇവിടുത്തെ സമൂഹത്തിന്റെ ആവശ്യമാണ്. ഇങ്ങനത്തെ ചർച്ചകൾ ഇവിടെ ചെയ്യപ്പെടണം. രാധാകൃഷ്ണൻ ചെറുതാണെന്ന് കാണിച്ചു കൊടുക്കണം സമൂഹത്തിന്. ആ രീതിയിലുള്ള ചർച്ചകളാണ് ഇവിടെ വലിയ വലിയ എഴുത്ത് തമ്പുരാക്കന്മാർ പോലും നടത്തിയിട്ടുള്ളത്. അതിൽ ഖേദമുണ്ട്. തീർച്ചയായും.